KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ജില്ലാ സഖാഫി സംഗമം വ്യാഴാഴ്ച കാസർകോട്ട് ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംബന്ധിക്കും. താമരശ്ശേരി കൈതപ്പൊയിലിൽ ചേളാരി വിഭാഗത്തിന്റെ ഗുണ്ടാവിളയാട്ടം. 177ാമത് മമ്പുറം ഉറൂസ് മുബാറക്കിന് ഇന്ന് തുടക്കമായി. പരസ്യമായി ബീഫ് കഴിച്ചാൽ സിദ്ധാരാമയ്യയുടെ കഴുത്തറുക്കുമെന്ന് BJP നേതാവ് ചന്നബാസപ്പ. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കലാശക്കൊട്ട് കഴിഞ്ഞു, ഇനി നിശബ്ദ പ്രചാരണം. സർക്കാരിനോട് ഏറ്റുമുട്ടാൻ ഉറച്ച ജേക്കബ് തോമസ്. ശവശരീരങ്ങൾ മോഷ്ടിച്ച് ഭക്ഷണമാക്കിയിരുന്ന യുവാവ് പിടിയിലായി. ഉത്തർപ്രദേശിലാണ് സംഭവം. പാകിസ്ഥാനിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ സുരക്ഷ പാക് സൈന്യം വർദ്ധിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ശിവമോഗയിലെ ഗോപി സർക്കിളിൽ വെച്ച് പരസ്യമായി ബീഫ് കഴിക്കുകയാണെങ്കിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുടെ കഴുത്തറുക്കുമെന്ന് ശിവമോഗ മുനിസിപ്പൽ കൌൺസിൽ അംഗമായിരുന്ന പ്രാദേശിക BJP നേതാവ് ചന്നബാസപ്പ പറഞ്ഞു. ആവശ്യമുണ്ടെങ്കിൽ താൻ ബീഫ് കഴിക്കുമെന്നും ആർക്കും ഇതിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്നുമുള്ള സിദ്ധാരാമയ്യയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു BJP നേതാവ്. സിദ്ധാരാമയ്യ ഒരു ഏകാധിപതിയെപ്പോലെയാണ് പെരുമാറുന്നത്. ആവശ്യമുണ്ടെങ്കിൽ താൻ ബീഫ് കഴിക്കുമെന്നും ആർക്കും തന്നെ തടയാനാകില്ലെന്നുമാണ് അദ്ദേഹം അവകാശപ്പെട്ടത്. എന്നാൽ ശിവമോഗയിലെ ഗോപി സർക്കിളിൽ വന്ന് അദ്ദേഹം ബീഫ് കഴിക്കട്ടെ. അത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കഴുത്തറുക്കും. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഹൈന്ദവ വികാരത്തെ വ്രണപ്പെടുത്തുകയാണ്. ഞങ്ങളെല്ലാം തന്നെ പശുവിന്റെ പാൽ കുടിച്ച് വളർന്നവരാണ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ നടന്ന പ്രതിഷേധ യോഗത്തിൽ ചന്നബാസപ്പ പറഞ്ഞു. വോട്ടിംഗ് പൂർത്തിയായ മലബാറിലെ 4 ജില്ലകളിൽ ഇടത് വലതു മുന്നണികൾ ആത്മവിശ്വാസത്തിൽ. വിശദമായ റിപ്പോർട്ടിലേക്ക്. വോട്ടിംഗ് പൂർത്തിയായ മലബാറിലെ 4 ജില്ലകളിൽ ഇരുമുന്നണികളും ആത്മവിശ്വാസത്തിൽ. കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കുമെന്ന് ഇരുമുന്നണികളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ പിടിക്കുമെന്ന് UDF പറയുമ്പോൾ മുനിസിപ്പാലിറ്റികളും ഗ്രാമപഞ്ചായത്തിലും മുന്നേറ്റമുണ്ടാക്കാനാകുമെന്ന് LDF ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വോട്ട് പെട്ടിയിലായി കഴിഞ്ഞപ്പോൾ മലബാറിലെ 4 ജില്ലകളിൽ ഇരുമുന്നണികളും ആത്മവിശ്വാസത്തിലാണ്. 6 സീറ്റുകൾ തിരിച്ചുപിടിച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കാനാകുമെന്നാണ് പോളിംഗിന് ശേഷമുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് UDF മേയർ സ്ഥാനാർത്ഥി PM സുരേഷ് ബാബു പറഞ്ഞു. അതേസമയം കോർപ്പറേഷൻ ഭരണം ഇത്തവണയും LDFന്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന് കോർപ്പറേഷനിലെ LDF മേയർ സ്ഥാനാർത്ഥി VKC മുഹമ്മദ് കോയ അവകാശപ്പെട്ടു. കണ്ണൂർ കോർപ്പറേഷനിൽ UDF വലിയ അവകാശവാദം ഉന്നയിക്കുമ്പോൾ മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലുമാണ് LDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കാസർകോട് പോളിംഗ് ശതമാനം വർദ്ധിച്ചത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന അവകാശവാദത്തിലാണ് LDFും UDFും BJPയും. കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയ വയനാട്ടിൽ കഴിഞ്ഞ തവണ UDF നേടിയ ഏകപക്ഷീയമായ മുന്നേറ്റം ഇത്തവണയുണ്ടാവില്ലെന്ന് LDF അവകാശവാദം ഉന്നയിക്കുന്നു. എന്നാൽ LDF പ്രതീക്ഷിക്കുന്നതൊന്നും വോട്ടിംഗിൽ നടന്നിട്ടില്ലെന്ന് വയനാട്ടിലെ UDF നേതാക്കൾ വ്യക്തമാക്കുന്നു. പെട്ടിയിലായത് ആരുടെ കണക്കുകളെന്ന് വ്യക്തമാകാൻ ഇനി 7-ാം തീയതി വരെ കാത്തിരിക്കണം. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. മറ്റന്നാൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പ്രചാരണ കോലാഹലങ്ങൾക്ക് സമാപനമായി. അങ്ങാടികളിലും കവലകളിലും പാർട്ടി പ്രവർത്തകർ കൂട്ടത്തോടെയെത്തി മുദ്രാവാക്യം വിളികളുയർത്തി വീറും വാശിയും പ്രകടിപ്പിച്ച കലാശക്കൊട്ട് നടന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലായി 44,388 സ്ഥാനാർത്ഥികളാണ് 5-ാം തീയതി ജനവിധി തേടുന്നത്. ഈ ജില്ലകളിൽ നാളെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. ചോട്ടാ രാജൻ അറസ്റ്റിലായ സാഹചര്യത്തിൽ അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ സുരക്ഷ പാകിസ്ഥാൻ സൈന്യം വർദ്ധിപ്പിച്ചതായി റിപ്പോർട്ട്. ദാവൂദിന്റെ സുരക്ഷയ്ക്കായി കറാച്ചിയിലെയും ഇസ്ലാമാബാദിലെയും വസതികളിൽ പാക് സൈന്യത്തിലെ പ്രത്യേക കമാൻഡോകളെ നിയോഗിച്ചു.
ചോട്ടാരാജന് പിന്നാലെ അടുത്ത ലക്ഷ്യം ദാവൂദ് ഇബ്രാഹിമാണെന്ന റിപ്പോർട്ടുകളും വാർത്തകളും പ്രചരിക്കുന്നതാണ് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള പാക് സൈന്യത്തിന്റെ തീരുമാനത്തിന് പിന്നിൽ. 1993 മുംബൈ സ്ഫോടനത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് കടന്ന ദാവൂദ് 20 വർഷമായി കുടുംബത്തോടൊപ്പം പാകിസ്ഥാനിൽ താമസിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. കൂടാതെ ദാവൂദ് പാകിസ്ഥാനിലുണ്ടെന്നും ISI ആണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതെന്നും ബാലിയിൽ അറസ്റ്റിലായ ചോട്ടാരാജൻ വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ദാവൂദ് രാജ്യത്തില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് പാക് ഭരണകൂടം. ഒക്ടോബർ 25 ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് കുപ്രസിദ്ധ കുറ്റവാളി ചോട്ടാരാജൻ അറസ്റ്റിലായത്. ചോട്ടാരാജനെ ഡൽഹിയിലെത്തിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് ഇന്ത്യൻ അധികൃതർ നടത്തുന്നത്. ഇതിനായി CBI ഉദ്യോഗസ്ഥരും ഡൽഹി, മുംബൈ പോലീസും അടക്കമുള്ള ഇന്ത്യൻ സംഘം ഞായറാഴ്ച തന്നെ ബാലിയിലെത്തിയിട്ടുണ്ട്. 2005 മുമ്പ് പിതാവ് മരിച്ച ഹിന്ദു കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് പരമ്പരാഗത സ്വത്തിൽ അനന്തരാവകാശമില്ലെന്ന് സുപ്രീം കോടതി. 2005 ഹിന്ദു നിയമ ഭേദഗതിയെ ഉദ്ധരിച്ചാണ് സുപ്രീം കോടതിയുടെ വിധി. അനിൽ ആർ ദേവ്, ആദർശ് കെ ഗോയൽ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സുപ്രധാന വിധി പ്രഖ്യാപിച്ചത്. പിതാവ് 2005 ജീവിച്ചിരുന്ന പെൺമക്കൾക്ക് ആൺമക്കളോടൊപ്പം തുല്യ സ്വത്തിൽ പങ്കുണ്ടായിരിക്കുമെന്ന് കോടതി പ്രത്യേകം പരാമർശിച്ചു. ശ്മശാനത്തിൽ നിന്നും ശവശരീരങ്ങൾ മോഷ്ടിച്ച് ഭക്ഷണമാക്കിയിരുന്ന യുവാവിനെ പോലീസ് പിടികൂടി. സുൽത്താൻപൂർ സ്വദേശി അഖിലേഷ് ആണ് പിടിയിലായത്. 25 വയസ്സാണ്. ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് മനസ്സ് മരവിപ്പിക്കുന്ന ഈ സംഭവമുണ്ടായത്. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ശ്മശാനത്തിൽ നിന്നും ആൾക്കാർ പോഴിക്കഴിഞ്ഞ് പാതി കത്തിയ ശരീരമാണ് ഇയാൾ ഭക്ഷണമാക്കിയിരുന്നത്. ശവശരീരം ഭക്ഷിച്ചുകൊണ്ടിരിക്കെ നാട്ടുകാരാണ് ഇയാളെ പിടികൂടിയത്. 2 ആഴ്ചയായി യുവാവ് ശ്മശാന പരിസരത്തുകൂടി ചുറ്റിത്തിരിയുന്നതായി നാട്ടുകാർ പോലീസിൽ മൊഴി നൽകിയിരുന്നു. നാട്ടുകാരെത്തിയപ്പോൾ അഖിലേഷ് ഓടി അടുത്തുള്ള മുറിയിൽ ഒളിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഇയാളെ പിടികൂടുകയും തെരച്ചിലിൽ ഇയാളുടെ പുതപ്പിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ മനുഷ്യമാംസവും അവയവങ്ങളും കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് വിവരമറിഞ്ഞെത്തിയ പോലീസിന് അഖിലേഷിനെ കൈമാറുകയായിരുന്നു. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന അസഹിഷ്ണുതയ്ക്കെതിരെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധം. സോണിയയുടെയും രാഹുലിന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് രാഷ്ട്രപതി ഭവൻ മാർച്ച് നടത്തി. പാർട്ടി പ്രവർത്തക സമിതി അംഗങ്ങളും മറ്റ് ഭാരവാഹികളും MP-മാരും മാർച്ചിൽ പങ്കെടുത്തു. വർഗീയതയ്ക്കെതിരായ സന്ദേശങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും ഏന്തിയാണ് കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. രാജ്യത്തിന്റെ ഐക്യം തകർക്കാനുള്ള ഒരു ശ്രമവും അനുവദിക്കില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. പ്രതിഷേധ മാർച്ചായി രാഷ്ട്രപതി ഭവനിലെത്തിയ കോൺഗ്രസ് നേതാക്കൾ വർഗീയ അസഹിഷ്ണുത വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ട് അദ്ദേഹത്തിന് നിവേദനം നൽകി. അസഹിഷ്ണുത വർദ്ധിക്കുമ്പോഴും നിഷ്ക്രിയമായ സർക്കാർ രാജ്യം ഭരിക്കുന്നതിനാൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ അനിവാര്യമാണെന്ന് കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് പറഞ്ഞു. രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം 4:30ക്കാണ് മാർച്ച് ആരംഭിച്ചത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും മാർച്ചിൽ അണിനിരന്നു. സർക്കാരുമായി ഏറ്റുമുട്ടാനുറച്ച് ജേക്കബ് തോമസ് തനിക്ക് അച്ചടക്കലംഘന നോട്ടീസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുമായി തുറന്ന പോരിനിറങ്ങുന്നത്. സർക്കാരുമായി തുറന്ന പോരിനുറച്ച് DGP ജേക്കബ് തോമസ്. അച്ചടക്കലംഘന നോട്ടീസ് തനിക്ക് എന്തടിസ്ഥാനത്തിലാണ് നൽകിയിരിക്കുന്നതെന്ന് ജേക്കബ് തോമസ് സർക്കാരിനോട് ചോദിച്ചു. തനിക്കത് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കണമെന്നും ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. ബാർക്കോഴ കേസിൽ വിവാദ പരാമർശം നടത്തിയതിനാണ് ജേക്കബ് തോമസിന് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. നേരത്തെ ഫയർഫോഴ്സിൽ നിന്ന് മാറ്റിയതിനു പിന്നിൽ ഫ്ളാറ്റ് മാഫിയയാണെന്ന സംശയമുണ്ടെന്ന പരാമർശത്തിന് സർക്കാർ അയച്ച ആദ്യ നോട്ടീസിന് നൽകിയ മറുപടിയിലാണ് പുതിയ നോട്ടീസിനെതിരെ അദ്ദേഹം സർക്കാരിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഈ ഘട്ടത്തിൽ ജേക്കബ് തോമസിന് തെളിവുകൾ നൽകേണ്ട ആവശ്യമില്ലെന്ന് ചീഫ് സെക്രട്ടറി GG തോംസൺ മാധ്യമങ്ങളെ അറിയിച്ചു. അന്വേഷണ സംഘങ്ങളെ രൂപീകരിക്കുമ്പോൾ മാത്രമേ തെളിവുകൾ നൽകേണ്ടതുള്ളൂ. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകിയത്. അന്വേഷണ സംഘത്തോടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മാണിക്കെതിരെ ബാർക്കോഴ കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടപ്പോൾ സത്യം ജയിച്ചെന്ന ജേക്കബ് തോമസിന്റെ പ്രസ്താവനയാണ് വിവാദമായത്. റഫീഖ് നരിക്കുനി, KMIC ന്യൂസ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. صل على سيدنا محمد وعلى آله وصحبه وسلم. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിൽ 2016 ജനുവരി 8, 9, 10 തീയതികളിൽ പ്രോഫ് സമ്മിറ്റ് നടത്താൻ നാം ഉദ്ദേശിക്കുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ഔദ്യോഗികമായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. اللهم
صل على سيدنا محمد وعلى آله وصحبه وسلم. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. താമരശ്ശേരി കൈതപ്പൊയിലിൽ ചേളാരി വിഭാഗത്തിന്റെ ഗുണ്ടാവിളയാട്ടം SSF യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡ് ചേളാരി വിഭാഗം നശിപ്പിച്ചു. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. തടയാൻ ശ്രമിച്ച സുന്നി പ്രവർത്തകരെ മർദ്ദിക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തു. താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തിയാണ് ചേളാരി വിഭാഗത്തെ അടിച്ചോടിച്ചത്. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച ചേളാരി വിഭാഗത്തിനു നേരെ പോലീസ് ഗ്രാനേഡ് പ്രയോഗിക്കുകയും ചെയ്തു. മർക്കസ് നോളജ് സിറ്റിയുടെ നിർമ്മാണ പ്രവൃത്തി തടയുകയും പ്രദേശത്ത് സംഘർഷം സൃഷ്ടിക്കുകയും ചെയ്തവർ ഉൾപ്പെടെയാണ് ഇന്നലെ കൈതപ്പൊയിൽ ടൌണിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ തറവാട് വീടായ തറമ്മൽപുരയിൽ നടക്കുന്ന 177ാമത് ഉറൂസ് മുബാറക്കിന് ഇന്ന് തുടക്കം. വൈകിട്ട് 4-ന് ഷറഫുദ്ദീൻ ജമലുലി തങ്ങൾ സിയാറത്തിന് നേതൃത്വം നൽകി. സയ്യിദ് അലവി കോയ തങ്ങൾ കൊടി ഉയർത്തി. വിവിധ ദിവസങ്ങളിലായി മതപ്രഭാഷണം, ദിക്ർ ദുആ മജ്ലിസ്, മമ്പുറം തങ്ങൾ അനുസ്മരണ സമ്മേളനം, അന്നദാനം എന്നിവ നടക്കും. മഹാനായ മമ്പുറം തങ്ങളുടെ തറവാട് വീട്ടിൽ ആശിഖ് റസൂൽ ഷേഖുന കുണ്ടൂർ ഉസ്താദാണ് അലവിയ ദർസിന് തുടക്കം കുറിച്ചത്. ഇന്ന് തുടക്കം കുറിച്ച മമ്പുറം ഉറൂസ് മുബാറക്കിൽ അബൂബക്കർ സഖാഫി വെണ്ണക്കോട് പ്രഭാഷണം നടത്തും. നാളെ വൈകിട്ട് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരിമി പ്രഭാഷണം നടത്തും. നവംബർ 5-ന് വ്യാഴാഴ്ച നടക്കുന്ന ദിക്ർ ദുആ മജ്ലിസിന് സയ്യിദ് മുഹമ്മദ് തുറാബ് അസഖാഫി നേതൃത്വം നൽകും. നവംബർ 6-ന് വെള്ളിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സമസ്ത പ്രസിഡന്റ് റയീസുൽ ഉലമ ഇ സുലൈമാൻ മുസ്ലിയാർ, അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തുടങ്ങിയവർ സംബന്ധിക്കും. ഇതു സംബന്ധമായി ചേർന്ന പത്രസമ്മേളനത്തിൽ അബ്ദുൽ ലത്തീഫ് സഖാഫി, കെ മുഹമ്മദ് കുട്ടി ഹാജി, മുഹമ്മദ് കോയത്തങ്ങൾ തുടങ്ങി പ്രമുഖർ സംബന്ധിച്ചു. സഖാഫി ഷൂറ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സഖാഫി സംഗമം നവംബർ 5-ന് വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് കാസർഗോഡ് ജില്ലാ സുന്നി സെന്ററിൽ നടക്കും. ചെയർമാൻ കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫിയുടെ അധ്യക്ഷതയിൽ സഖാഫി ഷൂറ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഷൂറ കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ, മുഹമ്മദ് അലി സഖാഫി വെള്ളിയാട്, മുഹമ്മദ് ഷംബിൽ സഖാഫി പ്രഭാഷണം നടത്തും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. സംഗമത്തിൽ മർഹൂം ഖാദി സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുടെ പേരിൽ പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ശേഷം മൽഹറിൽ നടക്കുന്ന തങ്ങളുടെ അനുസ്മരണ പരിപാടിയിൽ മുഴുവൻ സഖാഫികളും പങ്കെടുക്കുകയും ചെയ്യും. പരിപാടിയിൽ ജില്ലയിലെ മുഴുവൻ സഖാഫികളും കൃത്യസമയത്ത് എത്തിച്ചേരണമെന്ന് കേന്ദ്ര ഷൂറ അംഗം മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ, ജില്ലാ ചെയർമാൻ കാട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി തുടങ്ങിയവർ അറിയിച്ചു. താത്തൂർ ശുഹദാക്കളുടെ ആണ്ടുനേർച്ചയുടെ ഭാഗമായി മതപ്രഭാഷണവും സന്നദ്ധ സംഘ സമർപ്പണവും നടത്തി. ശുഹദാ നഗറിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് PTA റഹീം MLA സന്നദ്ധ സംഘ സമർപ്പണം നടത്തി. നാടിന്റെ നന്മയ്ക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടി മാത്രം കൂട്ടായ്മകൾ രൂപീകരിക്കുന്നത് മാതൃകാപരവും രാജ്യത്തിന്റെ പുരോഗതിക്ക് അനിവാര്യവുമാണെന്ന് PTA റഹീം MLA അഭിപ്രായപ്പെട്ടു. പരിപാടി സിറാജ് മാനേജിംഗ് എഡിറ്റർ N അലി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് റഫീഖ് ബാക്കവി പനങ്ങാട്ടൂർ അധ്യക്ഷനായി. ഇബ്രാഹിം സഖാഫി താത്തൂർ, PK ഹുസൈൻ സഖാഫി, അഷ്റഫ് മുസ്ലിയാർ പ്രസംഗിച്ചു. ഇന്ന് മഗ്രിബ് നിസ്കാരാനന്തരം വിദ്യാഭ്യാസ അവാർഡ് ദാനം MK രാഘവൻ MP നിർവഹിക്കും. മജീദ് കക്കാട് ഉദ്ഘാടനം ചെയ്യും. കുഞ്ഞു മുഹമ്മദ് വള്ളിയാട് പ്രസംഗിക്കും. തുടർന്ന് N അബ്ദുൽ ലത്തീഫ് സൈദി പഴശ്ശിയുടെ മതപ്രഭാഷണവും നടക്കും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. നാളെ നടക്കുന്ന കൊടികയറ്റത്തോടെ 4 നാൾ നീണ്ടുനിൽക്കുന്ന താത്തൂർ ശുഹദ നേർച്ചയ്ക്ക് തുടക്കമാകും. അസർ നിസ്കാരാനന്തരം ശുഹദ മൗലിദും കൂട്ടസിയാറത്തും മഗ്രിബ് നിസ്കാരാനന്തരം ആത്മീയ സമ്മേളനവും നടക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പരസ്യമായി ബീഫ് കഴിച്ചാൽ സിദ്ധാരാമയ്യയുടെ കഴുത്തറുക്കുമെന്ന് BJP നേതാവ് ചന്നബാസപ്പ. സർക്കാരിനോട് ഏറ്റുമുട്ടാൻ ഉറച്ച് ജേക്കബ് തോമസ്. പാകിസ്ഥാനിൽ ദാവൂദ് ഇബ്രാഹിമിന്റെ സുരക്ഷ പാക് സൈന്യം വർദ്ധിപ്പിച്ചു. ശവശരീരങ്ങൾ മോഷ്ടിച്ച് ഭക്ഷണമാക്കിയിരുന്ന യുവാവ് പിടിയിലായി. ഉത്തർപ്രദേശിലാണ് സംഭവം. 177ാമത് മമ്പുറം ഉറൂസ് മുബാറക്കിന് ഇന്ന് തുടക്കമായി. ജില്ലാ സഖാഫി സംഗമം വ്യാഴാഴ്ച കാസർകോട്ട് ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംബന്ധിക്കും. 2ാം ഘട്ട വോട്ടെടുപ്പ് കലാശക്കോട്ട് കഴിഞ്ഞു. ഇനി നിശബ്ദ പ്രചാരണം. താമരശ്ശേരി കൈതപ്പൊയിലിൽ ചേളാരി വിഭാഗത്തിന്റെ ഗുണ്ടാവിളയാട്ടം.
ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.